എക്സാംസിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഈ വർഷം നടക്കാൻ പോവുകയാണ്. SSC എക്സാംസ് ആയിക്കോട്ടെ, RRB എക്സാംസ്, അതേപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്, കേരള സ്റ്റേറ്റ് PSC എക്സാംസ്, ഇങ്ങനെ ഒരുപാട് എക്സാംസ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ എക്സാംസിലെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. അതും 2023 മുതലുള്ള കറണ്ട് അഫയേഴ്സ് എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് പത്മ അവാർഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സെഷനിൽ 2023 പത്മ അവാർഡ്സ് ഒന്ന് നോക്കാം. ഹായ്, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. വാണി ജയറാം, രവീണ ടണ്ടൻ, ജാക്കിർ ഹുസൈൻ, മുലായം സിംഗ് യാദവ്, ഈ പേരുകളെല്ലാം തന്നെ നമുക്ക് വളരെ ഫെമിലിയറാണ്. 2023 പത്മ അവാർഡ്സിൻ്റെ ലിസ്റ്റിൽ ഈ പേരുകളെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഇത് മാത്രം നമുക്ക് പഠിച്ചാൽ മതിയോ? പോരാ. ഇവരുടെ പേരുടെ കൂട്ടത്തിൽ തന്നെ വേറെയും കുറേ പേരുകളും, അതേപോലെ തന്നെ അവരുടെ ഫീൽഡും, അതേപോലെ ക്രാഫ്റ്റ്, ഡാൻസ്, അതേപോലെ തന്നെ ഘരാന, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പത്മ അവാർഡ്സ് ഒന്ന് നോക്കാം. 2023 പത്മ അവാർഡ്സ് 106 പത്മ അവാർഡ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 6 പത്മവിഭൂഷൺ വരുന്നുണ്ട്, 9 പത്മഭൂഷണും 91 പത്മശ്രീ അവാർഡ്സുമാണ് വന്നിരിക്കുന്നത്. ഈ അവാർഡ്സ് അല്ലെങ്കിൽ ഈ അവാർഡീസിനെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ബോർഡാണോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ്, ആ ഒരു തീരുമാനം എങ്ങനെയാണ് വരുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള ഭാരതരത്നയ്ക്ക് തൊട്ട് താഴെയുള്ളതാണ് നമ്മുടെ ഈ പത്മ അവാർഡ്സ് എന്ന് പറയുന്നത്. 3 കാറ്റഗറിയിലായിട്ടാണ് പത്മ അവാർഡ്സ് ഉള്ളത്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് പത്മവിഭൂഷൺ ഉണ്ട്, സെക്കൻഡായിട്ട് പത്മഭൂഷൺ ഉണ്ട്, മൂന്നാമതായിട്ട് പത്മശ്രീ ഉണ്ട്. 1954 ആദ്യമായിട്ട് ഈ പത്മ അവാർഡ്സ് നിലവിൽ വരുന്നത്. ഈ അവാർഡ്സ് എല്ലാ വർഷവും ഓൺ ദ ഈവ് ഓഫ് റിപ്പബ്ലിക് ഡേ അല്ലേ അനൗൺസ് ചെയ്യുന്നത്? അതെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് എല്ലാ വർഷവും ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, അതായത് കമ്മിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അതെ, പ്രസിഡന്റിന് ഈ പത്മ അവാർഡ്സ് ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ള ലിസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. എല്ലാ വർഷവും പ്രൈം മിനിസ്റ്റർ ഒരു പത്മ അവാർഡ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ കമ്മിറ്റിനെ ഹെഡ് ചെയ്യുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അതായത് നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ഒരാൾ ശ്രദ്ധിക്കുക, നമുക്ക് 3 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാം. കാരണം അവാർഡ്സ് ഡിക്ലെയർ ചെയ്യുന്നത്, അനൗൺസ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അതേസമയം ഈ അവാർഡിന്റെ നോമിനേഷനുള്ളൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് അങ്ങനെ ഒരു കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. 2023 പത്മ അവാർഡ്സിന്റെ മെയിൻ പോയിന്റ്സ് നമുക്ക് നോക്കാം. 106 പത്മ അവാർഡ്സ് ആണ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 6 പത്മവിഭൂഷൺ, 9 പത്മഭൂഷൺ ആൻഡ് 91 പത്മശ്രീ അവാർഡ്സ്. നമുക്കിതെല്ലാം ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. എത്ര പത്മവിഭൂഷൺ, എത്ര പത്മഭൂഷൺ എന്നൊക്കെ ചോദ്യങ്ങൾ വരാവുന്നതാണ്. അതിൽ തന്നെ 19 സ്ത്രീകളുണ്ട്. 19 ഓഫ് ദി അവാർഡീസ് ആർ വിമൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫോറിനേഴ്സ്, NRI അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കാറ്റഗറിയിൽ 2 പേരാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പോസ്തുമസ് ആയിട്ട് അവാർഡീസ് വരുന്നത് 7 പേരാണ്. 7 പോസ്തുമസ് അവാർഡീസ് വരുന്നുണ്ട്. അപ്പോൾ പത്മ അവാർഡ്സിലെ ഏറ്റവും ഹയസ്റ്റ് അവാർഡായ പത്മവിഭൂഷൺ നമുക്ക് നോക്കാം. 6 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ 6 പേരുടെ ലിസ്റ്റാണ് ഇവിടെയുള്ളത്. സോ ഫസ്റ്റ് വൺ ബാലകൃഷ്ണ ദോഷി, പോസ്തുമസ് ആണ്, മരണാനന്തരമാണ് ഇദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിരിക്കുന്നത്. ആർക്കിടെക്ചറാണ് ആൻഡ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ഗുജറാത്താണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മോഡേണിസ്റ്റ് ആർക്കിടെക്ചറും മിനിമലിസ്റ്റിക് സ്റ്റൈലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് സിമ്പിൾ ആൻഡ് ഇക്കോ ഫ്രണ്ട്ലി അപ്രോച്ചാണ് വരുന്നത്. രണ്ടാമത്തെ ആളാണ് ജാക്കിർ ഹുസൈൻ. ജാക്കിർ ഹുസൈൻ നമുക്കെല്ലാം വളരെ പരിചയമുള്ള പേരാണ്. ആർട്ട് ആൻഡ് ഹി ഈസ് ഫ്രം മഹാരാഷ്ട്ര. പെർക്കഷനിസ്റ്റ് ആണ് ആൻഡ് സ്പെഷ്യലൈസേഷൻ, നമുക്ക് ചോദ്യം വരാം, സ്പെഷ്യലൈസേഷൻ ഇൻസ്ട്രുമെൻറ്റ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്നുള്ള ചോദ്യം വരാം. തബലയാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അതേപോലെ തന്നെ ഇതും കൂടി ശ്രദ്ധിക്കുക, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ SM കൃഷ്ണ എന്ന് പറയുന്നത് ഫോമർ കർണാടക ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം യൂണിയൻ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, UPA ഗവൺമെൻറ് സമയത്ത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിരുന്നു. സോ ഇദ്ദേഹത്തിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് പബ്ലിക് അഫയേഴ്സ് ആൻഡ് സ്റ്റേറ്റ് കർണാടക. പിന്നെ വരുന്നതാണ് ദിലീപ് മഹൽ നബിസ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം പോപ്പുലറൈസ് ചെയ്തതാണ് നമ്മൾ ഇന്ന് വളരെ ആൾക്കാരെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ORS എന്ന് പറയുന്നത്. ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. പീഡിയാട്രിഷ്യൻ ആണ്. സോ ഡോക്ടർ, സോ ഫീൽഡ് മെഡിസിൻ ആണ്. ആൻഡ് ഇദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരാളാണ്. പിന്നെ വരുന്നതാണ് ശ്രീനിവാസ വരദൻ, സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ആണ്. സോ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, NRI ആ കാറ്റഗറിയിൽ വരുന്നതാണ്. സോ അതാണ്, കൺട്രിയാണ് USA. ആൻഡ് മാത്തമാറ്റിക്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. തിയറി ഓഫ് ലാർജ് ഡീവിയേഷൻസ്, മറക്കരുത് കേട്ടോ, തിയറി ഓഫ് ലാർജ് ഡീവിയേഷൻസ് ആണ് ശ്രീനിവാസ വരദൻ
ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ മുലായം സിംഗ് യാദവ് അഗെയിൻ പോസ്തുമസ് ആണ്. ഉത്തർപ്രദേശിലെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ആൻഡ് യൂണിയൻ ഡിഫൻസ് മിനിസ്റ്ററും കൂടിയായിരുന്നു ഇദ്ദേഹം. സോ മരണാനന്തരമാണ് ഇദ്ദേഹത്തിനും ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ 6 പേര് ശ്രദ്ധിക്കുക. 6 പേരും 6 ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്നാണ് വരുന്നത്. ഒരാൾ ആർക്കിടെക്ചർ, ആർട്ട്, പബ്ലിക് അഫയേഴ്സ്, മെഡിസിൻ. പബ്ലിക് അഫയേഴ്സിന് 2 പേരുണ്ട് അല്ലേ? അതെ, 2 പേരുണ്ട്. SM കൃഷ്ണ, അതേപോലെ തന്നെ മുലായം സിംഗ് യാദവ് വരുന്നുണ്ട്. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒരാൾ, മെഡിസിൻ ആൻഡ് ദെൻ ആർക്കിടെക്ചർ ഓൾസോ. പത്മഭൂഷൺ 9 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം 5 പേരുടെ പേരൊന്ന് നോക്കാവുന്നതാണ്. ആദ്യത്തെ പേരാണ് SL ഭൈരപ്പ. ഇദ്ദേഹം കർണാടകയിൽ നിന്നുള്ള ഫേമസ് ഓഥറാണ്, കന്നഡ ഓഥറാണ്. ആൻഡ് ഏകദേശം അദ്ദേഹത്തിൻ്റെ ബുക്സ് 14 ലാംഗ്വേജസിൽ, മോർ ദാൻ 14 ലാംഗ്വേജസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്താണ്, റൈറ്റിംഗ് അബൌട്ട് സൊസൈറ്റി ആൻഡ് വാല്യൂസ് ഇൻ ഇന്ത്യൻ എപ്പിക്സ് ആണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് 2016 പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. 2016 പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ സരസ്വതി സമ്മാൻ, വളരെ ഫേമസ് ആയിട്ടുള്ള സരസ്വതി സമ്മാൻ ഇദ്ദേഹത്തിന് 2011 കിട്ടിയിട്ടുണ്ട്. സരസ്വതി സമ്മാൻ, മന്ത്ര എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു നോവലിൽ 2011 സരസ്വതി സമ്മാൻ കിട്ടിയിട്ടുണ്ട്. 2016 പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. 2023 അദ്ദേഹത്തിന് കിട്ടിയത് പത്മഭൂഷണാണ്. ഓക്കെ, SL ഭൈരപ്പ. അടുത്ത പേര് നമുക്ക് വളരെ ഫെമിലിയർ ആണ്, കുമാർ മംഗളം ബിർള. സോ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ചെയർപേഴ്സൺ ആണ് ഇദ്ദേഹം. അടുത്തത് ദീപക് ധർ. ദീപക് ധർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു തിയറിറ്റിക്കൽ ഫിസിസ്റ്റ് ആണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ റിനൗണ്ട് ഫോർ ഹിസ് റിസർച്ച് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിന് വളരെ ഫേമസ് ആണ് ദീപക് ധർ. വാണി ജയറാം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരാണ്, പ്ലേബാക്ക് സിംഗർ ആൻഡ് ഫ്രം തമിഴ്നാടു. പിന്നെ സ്വാമി ചിന്നജിയാർ സ്പിരിച്വലിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വേദിക് സ്കോളറാണ്, തെലുങ്കാനയിൽ നിന്നാണ് കേട്ടോ. സ്വാമി ചിന്നജിയാർ തെലുങ്കാനയിൽ നിന്ന് വേദിക് സ്കോളറാണ്. ഇദ്ദേഹത്തിൻ്റെ കൺസെപ്ച്വലൈസേഷൻ ആയിരുന്നു ഈ സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി ഇൻ ഹൈദരാബാദ്. സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി എന്ന് പറയുന്നത് രാമാനുജാചാര്യയുടെ സ്റ്റാച്യു ആണ്. ഇദ്ദേഹത്തിൻ്റെ കൺസെപ്ച്വലൈസേഷനാണ് ഈ പറയുന്ന സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി. ഇനി ബാക്കി വരുന്ന 4 പേരാണ് ഇവിടെ വരുന്നത്. സുമൻ കല്യാൺപൂർ വളരെ ഫേമസ് ആയിട്ടുള്ള സിംഗറാണ്, മഹാരാഷ്ട്രയിൽ നിന്നും. ദെൻ കപിൽ കപൂർ ലിംഗ്വിസ്റ്റിക് പ്രൊഫസറാണ്. ഗ്രാമാറ്റിക്കൽ തിയറീസ് ആൻഡ് മോഡൽസിനെ കുറിച്ച് ഇദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കപിൽ കപൂർ. ഓക്കെ, നെക്സ്റ്റ് വൺ സുധാമൂർത്തി ഈസ് എ വെരി ഫെമിലിയർ ഫേസ്. ഇൻഫോസിസിൻ്റെ വൺ ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് വെരി പോപ്പുലർ ഓഥർ. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഓഥറാണ്, ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. സോ സോഷ്യൽ വർക്ക് ഫീൽഡിൽ നിന്നാണ് വരുന്നത് സുധാമൂർത്തി, കർണാടകയിൽ നിന്നും. ആൻഡ് ദെൻ കമലേഷ് ഡി പട്ടേൽ തെലുങ്കാന സ്റ്റേറ്റിൽ നിന്നാണ്, സ്പിരിച്വലിസം. ആൻഡ് ദെൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ശ്രീരാംചന്ദ്ര മിഷൻ്റെ പ്രസിഡൻ്റ് ആണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, സെൽഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഹാർട്ട്ഫുൾനെസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഹാർട്ട്ഫുൾനെസ് മൂവ്മെൻ്റ് ആണ് കമലേഷ് ഡി പട്ടേൽ. ഓക്കെ, അപ്പം ഇത്രയും പേരാണ് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത്, ഇത്രയും പേർക്കാണ്. നമുക്ക് ഇനിയുള്ളത് 91 പത്മശ്രീ അവാർഡ്സ് ആണ്. ഇത് നമ്മൾ എല്ലാം പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഠിക്കണം. എല്ലാവരുടെയും നമുക്ക് പേര് ചോദിക്കാവുന്നതാണ്, ഫീൽഡ് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബൈഗ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് എവിടെയുള്ളതാണെന്ന് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് പഠിക്കണമെന്ന് വെച്ചാൽ എല്ലാം പഠിക്കണം. നമുക്ക് പഠിച്ചേ പറ്റും. നമുക്ക് എന്നാൽ നോക്കാം, ഓരോന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കി പോകാം. ഫസ്റ്റ് വൺ, സുഗമ ആചാര്യ. സുഗമ ആചാര്യ ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പിരിച്വലിസമാണ്. ഇദ്ദേഹം വരുന്നത് ഹരിയാനയിൽ നിന്നാണ്. ആര്യ സമാജ് ലീഡറാണ്. അതേപോലെ തന്നെ വേദിക് എഡ്യൂക്കേഷൻ ടു ഗേൾസ്. ഇദ്ദേഹം എഡ്യൂക്കേഷൻ അല്ല കൊടുക്കുന്നത്, വേദിക് എഡ്യൂക്കേഷൻ ടു ഗേൾസ് ആണ് കൊടുക്കുന്നത്. അതും ശ്രദ്ധിക്കുക. അടുത്തതാണ് ജ്യോതയ്യ ബായ് ബൈഗ. അപ്പോൾ പേര് തന്നെയുണ്ട്, ബൈഗ ആർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ബൈഗ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രൈബാണ്. ആൻഡ് മധ്യപ്രദേശിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ട്രൈബാണ് ബൈഗ എന്ന് പറയുന്നത്. മധ്യപ്രദേശിൽ മാത്രമല്ല കേട്ടോ, പക്ഷേ അതിന് തൊട്ടടുത്ത സംസ്ഥാനമായ UP, അതേപോലെ തന്നെ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും സ്മോൾ നമ്പേഴ്സ്, കുറച്ച് പേര് ബൈഗ ട്രൈബ് എന്നുള്ളവരുണ്ട്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, UP.
സോ ബൈഗ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ബൈഗ പെയിൻറ്റിങ്സ്, കോൺട്രിബ്യൂഷൻ വരുന്നത് ബൈഗ പെയിൻറ്റിങ്സ് ആണ്. ബൈഗ ട്രൈബിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ബൈഗ പെയിൻറ്റിങ്. നമുക്ക് പഠിക്കാൻ എളുപ്പമാണല്ലോ, കാരണം ഇവരുടെ പേരിലും ബൈഗ ഉണ്ട്, ബൈഗ ട്രൈബ് എന്നാണ് വന്നിരിക്കുന്നത്, അവരുടെ പെയിൻറ്റിങ്ങിൻ്റെ പേരും ബൈഗ തന്നെയാണ്. പക്ഷേ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് എന്നുള്ളതാണ്. ആൻഡ് മധ്യപ്രദേശ് എന്നുള്ളതാണ് ബൈഗ പെയിൻറ്റിങ്സും, അതേപോലെ തന്നെ ബൈഗ ട്രൈബിലുള്ള ആൾക്കാരും. അടുത്തതാണ് പ്രേംജിത്ത് ബരിയ. പ്രേംജിത്ത് ബരിയ എന്ന് പറയുന്നത് മിനിയേച്ചർ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രേംജിത്ത് ബരിയ. ഓക്കെ, ആൻഡ് ഇദ്ദേഹം ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദമൻ ആൻഡ് ദിയു യൂണിയൻ ടെറിട്ടറിയിൽ നിന്നാണ് വരുന്നത്. മിനിയേച്ചർ പെയിൻറ്റിങ്സ് പേര് പോലെ തന്നെ വളരെ ചെറിയൊരു പെയിൻറ്റിംഗ് ആണ്. ചെറിയ ക്യാൻവാസിൽ വളരെ കുറച്ച് ഇഞ്ചസ് മാത്രമുള്ള ചെറിയ ക്യാൻവാസിൽ ചെയ്യുന്ന പെയിൻറ്റിംഗ് ആണ് മിനിയേച്ചർ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത്. ഉഷ ബർലെ അഗെയിൻ ആർട്ടാണ്. ഇവരുടെ ആർട്ട് ഉഷ ബർലെ, ഷീസ് ഫ്രം ഛത്തീസ്ഗഡ്. ഇവരുടെ ഫോക്ക് ഡാൻസ് ആൻഡ് മ്യൂസിക് ആണ് പാണ്ഡുവാനി എന്ന് പറയും. ഈ പാണ്ഡുവാനി ഫോക്ക് മ്യൂസിക് അല്ലെങ്കിൽ ഫോക്ക് ഡാൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാണ്ഡവന്മാരെ കുറിച്ചുള്ള സ്റ്റോറിയാണ്, നറേഷനാണ് ഈ പാണ്ഡുവാനി മ്യൂസിക്കിൽ വരുന്നത്. പാണ്ഡവന്മാരെന്ന് പറയുമ്പോൾ മഹാഭാരത കഥകൾ, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പാണ്ഡുവാനി വരുന്നത്. ഇവർ മാത്രമല്ല, വേറൊരു എക്സ്പെണൻറ്റും കൂടിയുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള തീജൻ ബായ്. അപ്പം നമ്മൾ ഈ രണ്ട് പേരുകളും ഓർത്ത് വയ്ക്കുക. പത്മശ്രീ 2023 കിട്ടിയിരിക്കുന്നത് ഉഷ ബർലെയാണ്. തീജൻ ബായ് എന്ന് പറയുന്ന വേറൊരു എക്സ്പെണൻറ്റും കൂടി പാണ്ഡുവാനിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സോ പാണ്ഡുവാനി എവിടെ നിന്നുള്ളതാണ്? ഛത്തീസ്ഗഡിൽ നിന്നാണ്. എന്താണ് നറേഷൻ വരുന്നത്? മഹാഭാരതത്തിലെ കഥകളാണ് നറേഷൻ വരുന്നത്. ഉഷ ബർല ഓർത്ത് വയ്ക്കുക. ഇപ്രാവശ്യത്തെ പത്മശ്രീ 2023 തീജൻ ബായ് എന്നുള്ള പേരും കൂടി ഓർത്തു വയ്ക്കുക, പാണ്ഡുവാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ നമുക്ക് നോക്കാമല്ലോ. ലിസ്റ്റിൽ വരുന്നത് മുനീശ്വർ ചാന്ദ് ഡാവർ ആണ്. മുനീശ്വർ ചാന്ദ് ഡാവർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഡോക്ടറാണ്. മധ്യപ്രദേശിൽ നിന്നാണ് ഹെയിൽ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആർമി ഡോക്ടർ, 1971 വാർ വെറ്ററൻ ഒക്കെയാണ്. കൂടാതെ അദ്ദേഹം ഇപ്പോഴും ചികിത്സിക്കുന്നുണ്ട്. 20 രൂപയാണ് ഒരു പേഷ്യൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് എന്ന് മാത്രമല്ല, അറൗണ്ട് 200 പേഷ്യൻസിനെ ഡെയിലി അദ്ദേഹം ചെക്ക് ചെയ്യാറുണ്ട്. 200 പേഷ്യൻസിന് ഒരു ദിവസം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഹേമന്ത് ചൗഹാൻ ആണ്. ഹേമന്ത് ചൗഹാൻ ആർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഏതാ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തി ഭജൻ സിംഗറാണ് ഇദ്ദേഹം, ഹേമന്ത് ചൗഹാൻ. ഗുജറാത്തി ഭജൻ സിംഗറാണ് ഹേമന്ത് ചൗഹാൻ. അതേപോലെ ബാനുബായി ചിത്താര. ബാനുബായി ചിത്താരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം പോപ്പുലറൈസ് ചെയ്ത ഒരു ആർട്ടുണ്ട്. ആ ആർട്ടാണ് മാതാ നീ പച്ചേടി ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. മാതാനി പച്ചേടി എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റാണ്, പെയിൻറ്റഡ് ഫാബ്രിക്കാണ്. ഈ പെയിൻറ്റഡ് ഫാബ്രിക് അമ്പലങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ്. അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ബാനുബായി ചിത്താര. മാതാനി പച്ചേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹൈൻഡ് മദർ ഗോഡസ്. അതിൻ്റെ മീനിങ് അതാണ് വരുന്നത്, ബിഹൈൻഡ് മദർ ഗോഡസ്. ഓക്കെ, നെക്സ്റ്റ് വ്യക്തി എന്ന് പറയുന്നത് ഹേമപ്രോവ ചൂട്ടിയ. ഹേമപ്രോവ ചൂട്ടിയ എന്ന് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരു നെയ്ത്തുകാരിയാണ്, വീവറാണ്. ഇവരുടെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗവത്ഗീത ഇവർ സിൽക്കിൽ, സാൻസ്ക്രിറ്റിൽ അവർ വീവ് ചെയ്തെടുത്തിട്ടുണ്ട്. സിൽക്ക് ക്ലോത്തിൽ ഈ പറയുന്ന ഭഗവത്ഗീത അവർ വീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഭഗവത്ഗീത മാത്രമല്ല, അങ്ങനെയുള്ള ഒരുപാട് സ്ക്രിപ്ചേഴ്സ് ഇവർ സിൽക്കിൽ വീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ത്രിപുരയിൽ നിന്ന് പബ്ലിക് അഫയേഴ്സ് ഫീൽഡിൽ പത്മശ്രീ കിട്ടിയ ആളാണ് നരേന്ദ്രചന്ദ്ര ദബ്ബർമ. പോസ്റ്റമസ് ആയിട്ട് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുള്ളിക്ക് പത്മശ്രീ കിട്ടുന്നത്. പുള്ളി ത്രിപുര സ്റ്റേറ്റിൽ മിനിസ്റ്ററായിട്ട് വേരിയസ് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇൻഡിജിനസ് പീപ്പിൾസ് ഫ്രണ്ട് ഓഫ് ത്രിപുരയുടെ പ്രസിഡൻ്റായിട്ടും പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് ബീഹാറിൽ നിന്ന് ആർട്ട് ഫീൽഡിൽ പത്മശ്രീ ലഭിച്ചതാണ് ശ്രീമതി സുഭദ്രാദേവി. എന്തിനാണ് കിട്ടിയത്? മധുബനി പാപ്പിയർ മാഷെ ആർട്ടിസ്റ്റ്. മധുബനി ആർട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ബീഹാറിൽ നിന്നുള്ള പെയിൻറ്റിംഗ് ആണ് മധുബനി പെയിൻറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. മധുബനി പാപ്പിയർ മാഷെ ആർട്ടിസ്റ്റ്. എന്താണ് ഈ പാപ്പർ മാഷെ ആർട്ടിസ്റ്റ്? അതായത് ഷ്രെഡഡ് പേപ്പർ വെച്ചിട്ട് ഫങ്ഷണൽ ആൻഡ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ലൈക്ക് പ്ലേറ്റ് ആൻഡ് ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കുന്നതിനാണ് ഈ പാപ്പിയർ മാഷെ എന്ന് പറയുന്നത്. സോ മധുബനി ഡിസൈൻസ് ഉണ്ടാവും ഇതിനകത്ത്. സോ അതിനെയാണ് മധുബനി പാപ്പിയർ മാഷെ ആർട്ടിസ്റ്റ് പുള്ളിക്കാരിക്ക് പത്മശ്രീ കിട്ടിയത്. കർണാടകയിൽ നിന്നുള്ള സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പത്മശ്രീ കിട്ടിയ ആളാണ് ഖാദർ വള്ളി ദുദേകുല. എന്തിനാണ് പുള്ളിക്ക് കിട്ടിയത്? പുള്ളി ഒരു അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റാണ്. മാത്രമല്ല മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ് നമ്മുടെ ഖാദർ വള്ളി ദുദേകുല. അടുത്തതായിട്ട് ആസാമിൽ നിന്ന് ആർട്ട് ഫീൽഡിൽ പത്മശ്രീ കിട്ടിയതാണ് ഹേമചന്ദ്ര ഗോസ്വാമി. എന്തിനാണ് ഹേമചന്ദ്ര ഗോസ്വാമിക്ക് പത്മശ്രീ കിട്ടിയത്? സത്രിയ, നമുക്കറിയാം ആസാമിൽ നിന്നുള്ള ക്ലാസിക്കൽ ഡാൻസാണ് സത്രിയ. സത്രിയ പെർഫോമൻസിൽ ഉപയോഗിക്കുന്ന മാസ്ക് ഉണ്ടാക്കുന്ന
ഒരാളായിരുന്നു ഹേമചന്ദ്ര ഗോസ്വാമി. അങ്ങനെയാണ് അതിൻ്റെ റെക്കഗ്നേഷനായിട്ടാണ് ഹേമചന്ദ്ര ഗോസ്വാമിക്ക് പത്മശ്രീ കിട്ടിയത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, പുള്ളി ഹെയിൽ ചെയ്യുന്നത് മജുലി എന്നാണ്. മജുലി നമുക്കറിയാം ഇന്ത്യയിലെ ലാർജസ്റ്റ് റിവറൈൻ ഐലൻഡാണ്. ബ്രഹ്മപുത്ര റിവറിലാണ് മജുലി ഐലൻഡ്. ഇനി അടുത്ത പത്മശ്രീ അവാർഡീസ് നമുക്കൊന്ന് നോക്കാം. പ്രീതി കന ഗോസ്വാമി വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. ഇവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് കാന്ത എംബ്രോയ്ഡറി ആർട്ടിസ്റ്റ് ആണ്. കാന്ത എംബ്രോയ്ഡറി ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ച് പാറ്റേൺ ആണ്. അതെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ പഴയ ക്ലോത്ത്സ് ലെയർ ചെയ്തിങ്ങനെ വെക്കും, സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് തുന്നിയിട്ടൊരു പാറ്റേൺ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. റണ്ണിങ് സ്റ്റിച്ച് പാറ്റേൺ ആണ് ഈ കാന്ത എംബ്രോയ്ഡറിയുടെ പ്രത്യേകത. ഇത് പറയുന്നത് ഇതിൻ്റെ ഒരു സിമിലാരിറ്റി ജാപ്പനീസ് ഒരു സ്റ്റൈലുണ്ട്, അതേപോലെ തന്നെ സാഷിക്കോ എന്ന് പറയുന്നത്, അതുമായിട്ട് ഇതിന് ഭയങ്കര സിമിലാരിറ്റി ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പേരോർക്കുക, പ്രീതി കന ഗോസ്വാമി. എംബ്രോയ്ഡറി ഏതാണെന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. കാന്ത എംബ്രോയ്ഡറി ആണ്, റണ്ണിങ് സ്റ്റിച്ച് മോഡലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് രാധാ ചരൺ ഗുപ്ത ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. ഉത്തർപ്രദേശാണ് സ്ഥലം. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ്. ഹി വർക്ക്സ് ഓൺ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ചരിത്രം, അതാണ് പുള്ളിക്കാരൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് മുഡഡുഗു വിജയ് ഗുപ്ത തെലങ്കാന സ്റ്റേറ്റിൽ നിന്നാണ്. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അക്വാകൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത് ലോ കോസ്റ്റിൽ ഫ്രഷ് വാട്ടർ ഫിഷ് ഫാമിംഗ് റൂറൽ പീപ്പിളിന് പറഞ്ഞു കൊടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഈ ഫ്രഷ് വാട്ടർ ഫിഷ് ഫാമിംഗ് തിലാപ്പിയ സ്പീഷീസ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്രഷ് വാട്ടർ ഫിഷ് ഫാമിംഗ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൂ റെവല്യൂഷനിലെ ഒരു വൺ ഓഫ് ദി പൈനിയേഴ്സിൽ പെടുന്ന വ്യക്തിയാണ് മുഡഡുഗു വിജയ് ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി. ആൻഡ് ഇദ്ദേഹത്തിന് വേൾഡ് ഫുഡ് പ്രൈസ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കൂടാതെ 2015 അദ്ദേഹത്തിന് സുൻഹക് പീസ് പ്രൈസ് എന്ന് പറയുന്ന ഒരു പ്രൈസും കൂടി കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രൈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 2015. ആ ആദ്യത്തെ അവാർഡ് തന്നെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, സുൻഹക് പീസ് പ്രൈസ്. ഇത് കൊറിയൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു പീസ് പ്രൈസാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഈ പേര് ഓർക്കുക. മുഡഡുഗു വിജയ് ഗുപ്ത, ബ്ലൂ റെവല്യൂഷൻ, ഫ്രഷ് വാട്ടർ ഫിഷ് ഫാമിംഗ്, തിലാപ്പിയ, അക്വാകൾച്ചർ, സുൻഹക് പീസ് പ്രൈസ്, വേൾഡ് ഫുഡ് പ്രൈസ് എല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഡുവോ ആണ്. 2 പേർക്ക് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അത് ഒറ്റ സിംഗിൾ അവാർഡായിട്ടാണ് കണക്കാക്കുന്നത്, 2 പേർക്കും കൂടിയിട്ട്. അഹമ്മദ് ഹുസൈൻ ആൻഡ് മുഹമ്മദ് ഹുസൈൻ, ഇവർ ഗസൽ സിംഗേഴ്സ് ആണ്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിലെ ഗസൽ സിംഗേഴ്സ് ആണ്. ആൻഡ് ദ ഹെയിൽ ഫ്രം രാജസ്ഥാൻ. അടുത്തതായിട്ട് ഉത്തർപ്രദേശിൽ നിന്ന് ആർട്ട് ഫീൽഡിൽ പത്മശ്രീ കിട്ടിയ ദിൽഷാദ് ഹുസൈനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ദിൽഷാദ് ഹുസൈൻ ഇസ് എ മാസ്റ്റർ ഓഫ് ബ്രാസ് നക്കഷി ക്രാഫ്റ്റ്. എന്താണ് ബ്രാസിനെ കുറിച്ച് നമുക്കറിയാം. ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. സോ ബ്രാസ് നക്കഷി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാസ് വെച്ചിട്ടുണ്ടാക്കുന്ന പാത്രങ്ങൾ, അതായത് പ്ലേറ്റ്, ഗ്ലാസ് പോലുള്ളതിനകത്ത് ഡെക്കറേറ്റീവ് വർക്ക് ചെയ്യുന്നതിനാണ് ഈ ബ്രാസ് നക്കഷി ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നിന്നാണ് പുള്ളി ഹെയിൽ ചെയ്യുന്നത്. മൊറാദാബാദ് ഈസ് കോൾഡ് ആസ് ദി ബ്രാസ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മൊറാദാബാദിൽ നിന്നാണ് പുള്ളി വരുന്നത്. അടുത്തത് മഹാരാഷ്ട്ര എന്നുള്ള സോഷ്യൽ വർക്ക് ഫീൽഡിൽ പത്മശ്രീ കിട്ടിയ ഭിഖു റാംജി ഇഡാത്തേനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. പുള്ളി നൊമാഡിക് കമ്മ്യൂണിറ്റീസിൻ്റെ വെൽഫെയറിനായിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ റെക്കഗ്നിഷനായിട്ടാണ് പത്മശ്രീ കിട്ടുന്നത്. ഇനി കേരളത്തിൽ നിന്ന് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ CI ഐസക്കിനാണ് പത്മശ്രീ കിട്ടിയത് 2023. പുള്ളിക്ക് 40 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട് ആസ് എ ഹിസ്റ്റോറിയൻ. ഇനി പഞ്ചാബിൽ നിന്ന് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ പത്മശ്രീ കിട്ടിയ ആളാണ് രത്തൻ സിംഗ് ജഗ്ഗി. ആരാണ്? പുള്ളി ഒരു റിനൗണ്ട് പഞ്ചാബി ഓഥറാണ്. ത്രിപുരയിൽ നിന്നുള്ള സോഷ്യൽ വർക്കറായിട്ടുള്ള ബിക്രം ബഹദൂർ ജമാത്തിയക്കാണ് അടുത്തതായിട്ട് പത്മശ്രീ കിട്ടിയത്. എന്തിനാണ് കിട്ടിയത്? ഫോർ ദി അപ്ലിഫ്മെൻറ്റ് ഓഫ് ജാമത്തിയ കമ്മ്യൂണിറ്റി ഇൻ ത്രിപുര ജാമത്തിയ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് പറയുമ്പോൾ ജാമത്തിയ ഒരു ട്രൈബാണ്. ത്രിപുര പണ്ടൊരു കിങ്ഡം ആയിരുന്നപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ആർമിയിലെ മെമ്പേഴ്സ് ആയിരുന്നു നമ്മുടെ ജാമത്തിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അവരുടെ അപ്ലിഫ്മെൻറ്റിനാണ് ബിക്രം ബഹദൂർ ജാമത്തിയയ്ക്ക് പത്മശ്രീ കിട്ടിയത്. അടുത്തതായിട്ട് ആസാമിൽ നിന്ന് സോഷ്യൽ വർക്കിന് പത്മശ്രീ കിട്ടിയത് റാംക്വി വാങ്ബേ ജീനയ്ക്കാണ്. എന്തിനാണ് കിട്ടിയത്? ഫോർ പ്രൊമോട്ടിംഗ് ദ ഹെറാക്ക റിലീജിയൻ. പുള്ളിക്കാരൻ ഒരു നാഗ സോഷ്യൽ വർക്കാണ്. നാഗ ട്രൈബ്സ് നോർത്ത് ഈസ്റ്റിലുള്ള ഒരു പോപ്പുലറായിട്ടുള്ള ട്രൈബാണ് നാഗ ട്രൈബ്. ഇനി എന്താണ് ഹെറാക്ക റിലീജിയൻ? 1920s ഇന്ത്യ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റിൽ ഒരു സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഹെറാക്ക മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഹൈപ്പോ ജദോനാങ്, റാണി ഗേഡൻലു എന്നുള്ള ആൾക്കാരായിരുന്നു അതിൻ്റെ ലീഡേഴ്സ്. ഈ റാണി ഗേഡലിനെ കുറിച്ചിട്ട് നമുക്കറിയാം. ജവഹർലാൽ നെഹ്റു ആണ് റാണി ഗേഡലിന് റാണി എന്നുള്ള ടൈറ്റിൽ കൊടുക്കുന്നതും ഡോട്ടർ ഓഫ് ദ ഹിൽസ് എന്ന് വിളിക്കുന്നതും.
ഇനി മഹാരാഷ്ട്ര എന്നുള്ള ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഫീൽഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രാകേഷ് ജുഞ്ചുംവാല എന്ന ഇൻവെസ്റ്റർക്കാണ് പോസ്റ്റ്മസ് ആയിട്ട് അടുത്തതായിട്ട് പത്മശ്രീ കിട്ടിയിരിക്കുന്നത്. ഇനി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ മെഡിസിൻ ഫീൽഡിൽ രത്തൻ ചന്ദ്രകറിനാണ് അടുത്തതായിട്ട് പത്മശ്രീ കിട്ടിയത്. എന്തിനാണ് കിട്ടിയത്? പുള്ളിക്കാരനൊരു ഡോക്ടറാണ്. മാത്രമല്ല ആൻഡമാനിലെ ഫേമസ് ആയിട്ടുള്ള ഇൻഡിജീനിയസ് ട്രൈബായിട്ടുള്ള ജറാവാസിനെ മീസിൽസ് പിടിപെട്ട് എക്സ്റ്റെൻഡ് ആയി പോകാതെ രക്ഷപ്പെടുത്തിയത് ഈ ഡോക്ടറാണ്. ഇനി അടുത്ത ലിസ്റ്റ് ഓഫ് നെയിംസ് നമുക്ക് നോക്കാം. അതിൽ 2 പേര് ആട്ടും തന്നെ വരുന്നുണ്ട്. അതിൽ ഒരാൾ വളരെ ഫെമിലിയർ ആണ്, നമുക്കറിയാം, എം കീരവാണി, ഓസ്കർ അവാർഡ് കിട്ടിയ എം കീരവാണി. സോ മ്യൂസിക് ഡയറക്ടർ, RRRൻ്റെയും അതേപോലെ തന്നെ ബാഹുബലിൻ്റെയും ഒക്കെ മ്യൂസിക് ഡയറക്ടറാണ്. മറ്റേ ആളുടെ പേരൊന്ന് ശ്രദ്ധിക്കുക, മഹിപത് കവി. മഹിപത് കവി എന്ന് പറയുന്നത് അദ്ദേഹം പപ്പറ്റിയർ ആണ്, അതായത് പാവകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതുവഴി എഡ്യൂക്കേഷൻ അവയർനെസ് കൊടുത്ത ഒരു വ്യക്തിയാണ് മഹിപത് കവി എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ഹെയിൽ ചെയ്യുന്നത് ഗുജറാത്തിൽ നിന്നാണ്. മറ്റൊരാൾ, ആളുടെ പേര് നമുക്കറിയില്ലെങ്കിൽ ആളുടെ ബ്രാൻഡ് നമുക്കറിയാം, രസ്ന. ഈ ക്രിയേറ്റഡ് ദ ഡ്രിങ്ക് രസ്ന എന്ന് പറയുന്നത്. ശരിക്കും ഒറിജിനലി രസ്ന എന്നായിരുന്നില്ല ഈ ഒരു ഡ്രിങ്കിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഈ ഡ്രിങ്കിൻ്റെ പേര് അല്ലെങ്കിൽ കമ്പനിയുടെ പേര് ജാഫെ എന്നായിരുന്നു. ജാഫെ എന്ന് പറയുന്ന ആ ഒരു കമ്പനി നെയിം ഡിറൈവ് ചെയ്തിരുന്നത് ജാഫ്നയിൽ നിന്നുള്ള മാംഗോസ്, അതായത് ശ്രീലങ്കയിലെ ജാഫ്ന എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള മാംഗോസിൽ നിന്ന് അദ്ദേഹം ആ പേരൊന്ന് മാറ്റിയിട്ട് ജാഫെ എന്നാക്കിയതായിരുന്നു. പിന്നീടാണ് ആ പേര് മാറ്റിയിട്ട് രസ്ന ആയതും അത് വളരെ പോപ്പുലർ ആയതും. അദ്ദേഹം ഈ പത്മശ്രീ കിട്ടിയിരിക്കുന്ന ഈ രസ്ന ഡ്രിങ്കിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത് ആരിസ് ഖമ്പത്ത. ആരിസ് ഖമ്പത്ത ഹെയിൽ ചെയ്യുന്നത് ഗുജറാത്തിൽ നിന്നാണ്. പോസ്റ്റ്മസ് ആണ്, മരണാനന്തരമാണ് ഇദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ വരുന്ന ആളാണ് പരശുരാം കോമാജി ഖൂനെ. വീണ്ടും ആർട്ട് സെക്ഷനിൽ നിന്നാണ്, മഹാരാഷ്ട്ര. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജാതിപട്ടി തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ജാതിപട്ടി തിയേറ്റർ ആർട്ടിസ്റ്റ്, ജാതി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തന്നെ റൈസ് എന്നാണ്. ലോക്കലി ആ ലാംഗ്വേജിൽ അത് അറിയപ്പെടുന്നത് റൈസാണ്. അപ്പം റൈസ് ഫീൽഡിലാണ് ഈ ഒരു തിയേറ്റർ നടക്കുന്നത്. ഈ തിയേറ്റർ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഗഡ്ചിരോളി എന്ന് പറയുന്ന ഒരു പ്രദേശം മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇദ്ദേഹം ഹെയിൽ ചെയ്യുന്നത്. പരശുരാം കോമാജി ഖൂനെ എന്ന് പറയുന്ന വ്യക്തി. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഗഡ്ചിരോളി എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ്, അതായത് ഈ മാവോയിസവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ മാവോയിസ്റ്റ് ടെററിസ്റ്റൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു നേരത്തെ. അപ്പം അവിടെയുള്ളവരെ, ആ മിസ്ഗൈഡഡ് യൂത്ത് അല്ലെങ്കിൽ മിസ്ഗൈഡഡ് പീപ്പിളിന് അവയർനെസ് കൊടുക്കുക, തിയേറ്ററിലേക്ക് കൊണ്ടുവരിക, ആർട്ടുമായി ബന്ധപ്പെടുത്തി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഈ ജാതിപട്ടി തിയേറ്റർ ആർട്ട് വഴി ഇദ്ദേഹം ചെയ്തത്. അടുത്ത സെറ്റ് നമുക്ക് നോക്കിയാലോ. ആദ്യം വരുന്നത് ഗണേഷ് നാഗപ്പ കൃഷ്ണരാജനഗര. ഗണേഷ് നാഗപ്പ രാജനഗര. ഇദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ്. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ആദ്യത്തെ DNA സിന്തസിസ് ഫെസിലിറ്റി 1980s എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇദ്ദേഹമാണ്. സോ DNA സിന്തസിസുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് ബന്ധപ്പെടുത്തുക. വെറ്ററൻ ബയോകെമിസ്റ്റാണ്. കൃഷ്ണരാജ നഗര, GN കൃഷ്ണരാജ നഗര. അടുത്ത ആളാണ് മഗുനി ചരൺ കുമാർ. മഗുനി ചരൺ കുമാർ വരുന്നത് ഒഡീഷയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ആർട്ട് എന്താണെന്ന് വിചാരിച്ചാൽ റോഡ് പപ്പറ്റിയർ ആണ്, അതായത് ഒരുതരം പാവകളി തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഹി പ്രൊമോട്ട്സ് കത്തി കാന്ധൈ നാച്ച്. കത്തി കാന്ധൈ നാച്ച് എന്നാണ് ഈ പപ്പറ്റിയർ അല്ലെങ്കിൽ ഈ ഒരു ഡാൻസ് ഫോമിന്, ഈ ഒരു ആർട്ട് ഫോമിന് അവിടെ അറിയപ്പെടുന്നത് ഒഡീഷയിൽ. അപ്പോൾ നമുക്കത് ചോദ്യം വരാം, കത്തി കാന്ധൈ നാച്ച് എന്ന് പറയുന്നത് ഒഡീഷ. പിന്നെ എക്സ്പൊണൻറ്റിനെ ശ്രദ്ധിക്കുക, മഗുനി ചരൺ കുമാർ. അടുത്തത് ആനന്ദ്കുമാർ. ആനന്ദ്കുമാർ എന്ന് പറയുന്നതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ ഫെമിലിയർ ആണ്. സൂപ്പർ 30 എന്ന് പറയുന്ന ഒരു ബാച്ചൊക്കെ നടത്തി ഒരു എഡ്യൂക്കേഷനിസ്റ്റാണ് ഇദ്ദേഹം. അപ്പം ഗ്രാസ് റൂട്ട് ലെവലിലുള്ള എഡ്യൂക്കേറ്ററാണ്. പാവപ്പെട്ടവർക്കാണ് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് വരുന്നത്, സൂപ്പർ 30 എന്ന് പറയുന്നത്. സോ ഫ്രീ എഡ്യൂക്കേഷൻ ടു ദി അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻ ആണ്. ഇദ്ദേഹത്തിൻ്റെ ബേസ് ചെയ്തിട്ട് ഹൃതിക് റോഷൻ്റെ മൂവിയൊക്കെ ഇറങ്ങിയിട്ടുമുണ്ട്. ഓക്കെ, സോ ഇദ്ദേഹം ഹെയിൽ ചെയ്യുന്നത് ബീഹാറിൽ നിന്നാണ്. അടുത്തത് അരവിന്ദ് കുമാർ. അരവിന്ദ് കുമാർ ഉത്തർപ്രദേശിൽ നിന്നാണ്. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത റേപ്പ് സീഡ് മസ്റ്റാർഡ്, അതിൻ്റെ 4 ഹൈ ഈൽഡിങ് വെറൈറ്റി ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഇദ്ദേഹം ഒരു അഗ്രി സയൻറ്റിസ്റ്റാണ്. അരവിന്ദ് കുമാർ അഗ്രി സയൻറ്റിസ്റ്റാണ്, ആനന്ദ് കുമാർ എഡ്യൂക്കേഷനിസ്റ്റാണ്. ഇനി അടുത്ത ലിസ്റ്റിൽ വരുന്നത് വീണ്ടും ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്, ദോമർ സിംഗ് കുവർ. ദോമർ സിംഗ് കുവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാട്യ നച്ച ആർട്ടിസ്റ്റാണ് കേട്ടോ. നാട്യ നച്ച ആർട്ടിസ്റ്റാണ്, ഒരു ഫോക്ക് തിയേറ്ററാണ്.
സോ ഛത്തീസ്ഗഡിൽ നിന്നാണ് നാട്യനച്ച ആർട്ടിസ്റ്റ് വരുന്നത്, എക്സ്പണൻറ്റ് ഡോമർ സിംഗ് കുവർ. അടുത്തത് ശ്രീ റിസിംഗ് ബോർ കുർക്കാലാങ്, ഇങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് വിചാരിക്കുന്നത്, റിസിംഗ് സിംഗ് കുർക്കാലാങ് മേഘാലയയിൽ നിന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ദ്വിതാര മ്യൂസീഷ്യനാണ്. ദ്വിതാര എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഏകദേശം ഗിത്താർ പോലെ ഇരിക്കും. ദ്വിതാര മ്യൂസീഷ്യൻ. ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം മേഘാലയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന 3 ഹിൽസാണ്, ഖാസി, ഗാരോ ആൻഡ് ജൈന്തിയ. പക്ഷേ അതിലെ ഖാസി അതേപോലെ തന്നെ ജൈന്തിയുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ദ്വിതാര എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ ദ്വിതാര എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഓർക്കുക, മേഘാലയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഇപ്രാവശ്യം പത്മശ്രീ കിട്ടിയത് റിസിംഗ് ബോർ കുർക്കാലാങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഹിർബൈ ലോബി. ഹിർബൈ ലോബിയുടെ പ്രത്യേകത, ഇവർ ഗുജറാത്തിൽ നിന്നാണ് ഹെയിൽ ചെയ്യുന്നത്. ഇവരുടെ പ്രത്യേകത സോഷ്യൽ വർക്കാണ്, അതായത് വിമൻ എംപവർമെൻ്റ് ആണ്. വിമൻ എങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, എങ്ങനെ സേവ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പ്രത്യേകത ഇവരുടെ കമ്മ്യൂണിറ്റിയാണ്, സിദ്ധി കമ്മ്യൂണിറ്റി. കാരണം സിദ്ധി ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണ്, ഇവർക്ക് ഈ ആഫ്രിക്കൻ ആൻസിസ്ട്രിയാണ് സിദ്ധി ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വരുന്നത്. പറയപ്പെടുന്നത് വെച്ചാൽ ആഫ്രിക്കയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് മെയിൻലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. സോ സിദ്ധി കമ്മ്യൂണിറ്റിയാണ്, സിന്ധിയുമായിട്ട് മിക്സ് ചെയ്യരുത്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് സിദ്ധി കമ്മ്യൂണിറ്റി. സോ ഇവർ വർക്ക് ചെയ്യുന്നത് ജുനഗദ് എന്ന് പറയുന്ന സോഷ്യൽ വർക്കർ ഫ്രം ജുനഗദാണ്. ജുനഗദാണ് അവരുടെ മെയിൻ ഏരിയ വരുന്നത്. ആഫ്രിക്കൻ ആൻസിസ്ട്രി ഉള്ളതാണ് ഈ സിദ്ധി ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇവർ ഗുജറാത്തിൽ മാത്രമല്ല, സിദ്ധി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി നമുക്ക് ഗുജറാത്തിൽ കാണാൻ പറ്റും, അതേപോലെ തന്നെ കർണാടകയിലും മഹാരാഷ്ട്രയിലും ഇങ്ങ് സൗത്ത് നമുക്ക് ആന്ധ്രാപ്രദേശിലും വരെ കാണാൻ പറ്റും. സോ സൗത്തിന് ആന്ധ്രാപ്രദേശിലും ആൻഡ് കർണാടകയിലും ദെൻ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഈ ഏരിയയിലെല്ലാം തന്നെ സിദ്ധി ട്രൈബൽ കമ്മ്യൂണിറ്റിയെ നമുക്ക് കാണാൻ പറ്റും. പേര് ഓർക്കുക, ഹിർബൈ ലോബി. അവരുടെ ഫീൽഡ് സോഷ്യൽ വർക്ക്, ബേസിക്കലി വിമൻ എംപവർമെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് മൂൽചന്ദ് ലോധ. വീണ്ടും സോഷ്യൽ വർക്കാണ്. ഹി ഹെയിൽസ് ഫ്രം രാജസ്ഥാനിൽ നിന്നാണ്. റൂറൽ ഏരിയാസിലും ട്രൈബൽ ഏരിയാസിലും വർക്ക് ചെയ്യുന്നതാണ്. ആ ഒരു കോൺട്രിബ്യൂഷനിലാണ്, അത് കോൺട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. എന്താണ്? റാണി മച്ചയ്യ വരുന്നത് കർണാടകയിൽ നിന്നാണ്. ഇവരുടെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഉമ്മത്തട്ട് ഫോക്ക് ഡാൻസിങ് ആണ്. ഉമ്മത്തട്ട് ഫോക്ക് ഡാൻസിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊടവ വിമൻ്റെ അമങ്ങാണ് ഈ ഒരു ഫോക്ക് ഡാൻസ് വരുന്നത്. പിന്നെ ഇത് ഈ പറയുന്ന ഡാൻസ് ഇറ്റ് പേസ് ഹോമേജ് ടു ഗോഡസ് കാവേരി എന്ന് പറയുന്നത് കൊടവ കമ്മ്യൂണിറ്റിയുടെ ഒരു മദർ ഗോഡസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് റാണി മച്ചയ്യ എന്ന് പറയുന്നത് ഇവർ വേറെയും കുറച്ച് ഡാൻസസ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. കോലാട്ട്, ബോലക്കാട്ട് എന്നൊക്കെ പറയുന്ന ഡാൻസ് ഫോംസ്. ആൻഡ് അത് വളരെ ഫേമസ് ആയിരിക്കുന്നത് കൊടവ മെന്നിൻ്റെ അമങ്സ്റ്റ് ആണ്. സോ കൊടവ മെൻ കൊടവ പുരുഷന്മാർ കളിക്കുന്ന ഡാൻസ് ഫോമാണ് കോലാട്ട്, ബോലക്കാട്ട്. അതേസമയം കൊടവ സ്ത്രീകൾ ഒരു ചുമന്ന സാരിയൊക്കെ എടുത്ത് കളിക്കുന്ന ഒരു ഡാൻസ് ഫോമാണ് ഉമ്മത്തൊട്ടു ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകത, ഈ കൊടവ എന്ന് പറയുന്നത് കൂർഗ് ഏരിയയിൽ, കർണാടകയിലെ കൂർഗ് ഏരിയയിൽ വരുന്നതാണ്. കൂർഗ് റീജിയനിലാണ് കൊടവ കമ്മ്യൂണിറ്റിയെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഈ കൊടക് എന്ന് നമ്മൾ കൂർഗിനെ മലയാളത്തിൽ പറയുന്നത്. അടുത്ത വ്യക്തി പത്മശ്രീ കിട്ടിയിരിക്കുന്നത് അജയ് കുമാർ മാണ്ഡവി എന്ന് പറയുന്നത് അദ്ദേഹം ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു ഗോണ്ട് ആർട്ടിസ്റ്റാണ്. ഗോണ്ട് എന്ന് പറയുന്നത് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. സോ അദ്ദേഹത്തിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് വുഡ് കാർവിംഗ് ആണ്, അതായത് തടിയിൽ കാർവ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. വുഡ് കാലിഗ്രഫി എന്നും ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. സോ വുഡ് കാലിഗ്രഫി, വുഡ് കാർവിംഗ് ആർട്ടിസ്റ്റ് ഛത്തീസ്ഗഡിൽ നിന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് അജയ് കുമാർ മാണ്ഡവി. പിന്നെ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനിൽ ആ ഫീൽഡിൽ നിന്ന് വരുന്നതാണ് പ്രഭാകർ ഭാനുദാസ് മാൻഡെ. മറാത്തി ഫോക്ലോർ ഓതറാണ് പ്രഭാകർ ഭാനുദാസ് മാൻഡെ. അപ്പം നമുക്ക് ചോദ്യങ്ങളൊക്കെ വരാം. പ്രഭാകർ ഭാനുദാസ് മാൻഡെ എന്ന് പറയുന്നത് ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഗജാനൻ ജഗന്നാഥ് മാനെ. അദ്ദേഹം സോഷ്യൽ വർക്ക്, വീണ്ടും സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ആർമി വെറ്ററാണ്, സോഷ്യൽ വർക്കറാണ്, അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ഓഫ് ലെപ്രസി വിക്ടിംസ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അന്തർയാമി മിശ്ര ഒഡിയ ലിറ്ററേച്ചറാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. ബേസിക്കലി
ഒഡിയ ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പിന്നെ ഫീൽഡാണ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. അടുത്ത വരുന്ന ആൾ NP മുനി വെങ്കട്ടപ്പ. NP മുനി വെങ്കട്ടപ്പ കർണാടകയിൽ നിന്നുള്ള തംതെ പ്ലെയർ ആണ്. തംതെ എന്ന് പറയുന്നത് ഒരു തരം ഹാൻഡ് ഡ്രം ആണ്. അപ്പം ആ ഹാൻഡ് ഡ്രം വായിക്കുന്ന ഒരു വ്യക്തിയാണ് മുനി വെങ്കട്ടപ്പ. അതൊരു പെർക്കഷൻ ഫോക്ക് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്ക് അത് ചോദ്യം വരാം. പെർക്കഷൻ ആണ്, ഡ്രം ആണ് വരുന്നത്. സോ അതൊരു പെർക്കഷൻ ഫോക്ക് ഇൻസ്ട്രുമെൻ്റ് ആണ്. മൈസൂരിൽ നിന്നുള്ളതാണ് ഈ തംതെ എന്ന് പറയുന്ന ഈ ഒരു ഡ്രം ബീറ്റ്സ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് മൈസൂരിൽ നിന്നാണ്. ഹാൻഡ് ഡ്രം ആണ്. അടുത്ത ആൾ ഡോക്ടർ മഹേന്ദ്ര പാൽ, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഗുജറാത്തിൽ നിന്നാണ് ഹെയിൽ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഫീൽഡ് എന്ന് പറയുന്നത് വെറ്റിനറി മൈക്കോളജിയാണ്. മൈക്കോളജി എന്ന് പറയുമ്പോൾ ഫംഗയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസസ് ആണ്. സോ വെറ്റിനറി മൈക്കോളജിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. ഡോക്ടർ മഹേന്ദ്ര പാൽ എവിടെ നിന്നാണ്? ഗുജറാത്ത്. അടുത്ത ആൾ വരുന്നത് ഉമാശങ്കർ പാണ്ഡെ ആണ്. ഉമാശങ്കർ പാണ്ഡെ ഹെയിൽസ് ഫ്രം ഉത്തർപ്രദേശ്. ഇദ്ദേഹം സോഷ്യൽ വർക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ കൺസർവേഷൻ ആണ്. അതിന് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തൊരു വില്ലേജ് ഉണ്ട്, ജാഖ്നി എന്ന് പറയുന്ന വില്ലേജ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, JAKHNI, ജാഖ്നി എന്ന് പറയുന്ന വില്ലേജ്. അപ്പം ആ വില്ലേജിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിൽ വരമ്പ് പണിതിട്ട് അതിൻ്റെ അവിടെ അവർ ട്രീ വെച്ചു, എന്നിട്ട് വാട്ടർ കൺസർവ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മോഡലാണ് ജാഖ്നി മോഡൽ വില്ലേജ്, ജാഖ്നി സ്റ്റൈൽ ഓഫ് വാട്ടർ കൺസർവേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു മോട്ടോ ആണിത്, ഖേത്ത് മേ മേഡ് പെർ പേഡ് എന്നുള്ളത്. അതായത് ഖേത്തിൽ വരമ്പ് വയ്ക്കുക, ഖേത്ത് എന്ന് പറയുന്നത് ഫീൽഡിൽ വരമ്പ് വയ്ക്കുക, വരമ്പിൻ്റെ മുകളിൽ പേഡ് മരം വളർത്തുക, അല്ലെങ്കിൽ ചെടി വലിയ വലിയ മരങ്ങൾ വളർത്തുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ജാഖ്നി മോഡൽ വില്ലേജ് എന്ന് പറയുന്നത്. പേര് മറക്കാതിരിക്കുക, ഉമാശങ്കർ പാണ്ഡെ. ആൻഡ് ഉത്തർപ്രദേശിലെ തന്നെ വളരെ ഡ്രൗട്ട് പ്രോൺ ആയിട്ടുള്ള, വെള്ളം തീരെ ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു ഈ ജാഖ്നി എന്ന് പറയുന്നത്. അവിടെ ഗ്രൗണ്ട് വാട്ടർ കൺസർവേഷൻ കൊണ്ടുവന്ന വ്യക്തിയാണ് ഉമാശങ്കർ പാണ്ഡെ. മധ്യപ്രദേശിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ഡ്യുവോ ആയിട്ടുള്ള രമേഷ് പാമറിനും ശാന്തി പാമറിനുമാണ് അടുത്തായിട്ട് പത്മശ്രീ കിട്ടിയത്. ദേ ഗോട്ട് ദ പത്മശ്രീ ഫോർ മേക്കിംഗ് ആദിവാസി ഡോൾസ് ഫ്രം റീസൈക്കിൾഡ് ക്ലോത്ത്സ് റീസൈക്കിൾ ചെയ്തിട്ട് ആദിവാസി പാവകൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യം ചെയ്തതിനാണ് അവർക്ക് പത്മശ്രീ കിട്ടിയത്. മധ്യപ്രദേശിൽ നിന്നാണ് അവർ ഹെയിൽ ചെയ്യുന്നത്. ഇനി പുതുച്ചേരി എന്ന് പറയുന്ന UT നമുക്കറിയാം, അവിടെ നിന്ന് മെഡിസിൻ ഫീൽഡിൽ പത്മശ്രീ കിട്ടിയ ഡോക്ടർ നളിനി പാർത്ഥസാരഥിക്കാണ്. പുള്ളിക്കാരി ഒരു പീഡിയാട്രീഷ്യനാണ്. എന്തിനാണ് കിട്ടിയത്? ഹീമോഫീലിയയിൽ നിന്നുള്ള വർക്കിന് വേണ്ടിയിട്ടാണ്. ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു ജനറ്റിക് ഡിസോർഡറാണ്, അതായത് ബ്ലഡ് ക്ലോട്ട് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ജനറ്റിക് ഡിസോർഡറാണ് ഹീമോഫീലിയ. സോ ആ ഫീൽഡ്, അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചിനും വർക്കിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ നളിനി പാർത്ഥസാരഥിക്ക് പത്മശ്രീ കിട്ടിയത്. നെക്സ്റ്റ് മെഡിസിൻ ഫീൽഡിൽ നിന്ന് തന്നെ തെലുങ്കാനയിൽ നിന്ന് ഉള്ള ഹനുമന്ത് റാവു പശുപുലേദിക്കാണ് അടുത്തായിട്ട് പത്മശ്രീ കിട്ടിയിട്ടുള്ളത്. ഹി ഈസ് ഓൾസോ എ ഡോക്ടർ. എന്തിനാണ് കിട്ടിയത് പത്മശ്രീ? ദിവ്യാംഗ്, അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ, ദിവ്യാംഗ്ജൻ എന്നൊക്കെ ഹിന്ദിയിൽ ഒഫീഷ്യലി വിളിക്കാറുണ്ട്. സോ അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണ് പത്മശ്രീ കൊടുത്ത് രാജ്യം അംഗീകരിച്ചത്. ഇനി അടുത്തത് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഹെയിൽ ചെയ്യുന്ന രമേഷ് പത്താങ്കയ്ക്കാണ് അടുത്തതായിട്ട് പത്മശ്രീ കിട്ടിയത്. ഈസ് എ റിനൗണ്ട് മറാത്തി ഓഥർ ആൻഡ് ജേർണലിസ്റ്റ്. നമുക്ക് അടുത്ത പത്മശ്രീ വിന്നേഴ്സിനെ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് കൃഷ്ണ പട്ടേലാണ്. കൃഷ്ണ പട്ടേൽ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാമ്പൽപുരി ഫോക്ക് സിംഗർ ആണ്. സോ ദാറ്റ് മീൻസ് അവർ സാമ്പൽപൂർ എന്ന് പറയുന്ന സ്ഥലം വരുന്നത് തന്നെ ഒഡീഷയിൽ നിന്നാണ്. അപ്പം ഒഡീഷയിലെ ഒരു ഫേമസ് സിംഗറാണ്, ഫോക്ക് സിംഗറാണ് കൃഷ്ണ പട്ടേൽ. ഇവരുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സോങ് ആണ് രംഗ്ബതി എന്ന് പറയുന്നത്. രംഗ്ബതിയുടെ ഒരു പ്രത്യേകത എന്ന് ഫസ്റ്റ് സോങ് ഓഫ് ഇന്ത്യ ടു ബി എയർഡ് ഇൻ BBC ആദ്യമായിട്ടൊരു ഇന്ത്യൻ സോങ് സെലക്ട് ചെയ്തിട്ട് എയർ ചെയ്തത് അത് രംഗ്ബതി ആയിരുന്നു. അത് 79-80 കാലഘട്ടത്തിലാണ്. BBC മാത്രമല്ല, VOA, ദാറ്റ് ഇസ് വോയിസ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിൽ പോലും ഇവരുടെ ഈ സോങ് അന്ന് ആ കാലത്ത് എയർ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട ഒരു സോങ് എയർ ചെയ്തത് രംഗ്ബതി എന്ന് പറയുന്ന ഈ ഒരു സോങ് ആണ്. അതിൻ്റെ വോയിസ് കൊടുത്തത്, ആ സോങ്ങിന് വോയിസ് കൊടുത്തത് കൃഷ്ണ പട്ടേലാണ്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് എന്താണ്? K. കല്യാണ സുന്ദരം പിള്ളൈ. ഇദ്ദേഹം തമിഴ്നാട് ഹെയിൽ ചെയ്യുന്നു. ഇദ്ദേഹം ഒരു ഭരതനാട്യം ഗുരുവാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ VP അപ്പുക്കുട്ടൻ പൊതുവാൾ കേരളത്തിൽ നിന്നുള്ള സോഷ്യൽ വർക്കറാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഫ്രീഡം ഫൈറ്റർ, അതേപോലെ തന്നെ ഗാന്ധിയനാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്നാണ് ഇദ്ദേഹം ഹെയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കപിൽ ദേവ് പ്രസാദ്. അദ്ദേഹം ആർട്ടിസ്റ്റാണ്, ബീഹാറിൽ നിന്നുള്ള. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബാവൻ ബൂട്ടി
വീവറാണ്. ഭാവൻ ബൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 എന്നുള്ള നമ്പർ, അതിന് ഹിന്ദിയിൽ പറയുന്നത് ഭാവൻ എന്നാണ്. മോട്ടീഫ്, അതായത് 52 ഡിസൈൻസ്, ഒരു ഡിസൈൻ 52 തവണയാണ് ഒരു തുണിയിൽ അവർ വീവ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സാരി ആണെങ്കിൽ, സാരിയുണ്ട്, ഭാവൻ ബൂട്ടീൻ്റെ സാരിയുണ്ട്. ഇപ്പോൾ സാരി ആണെങ്കിൽ അതിൽ ഒരു ഡിസൈൻ 52 തവണ കാണും. അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത് ഭാവൻ ബൂട്ടി എന്ന് പറയുന്നത്. സോ ഭാവൻ ബൂട്ടി നെയ്ത്തുകാരനാണ് ശ്രീ കപിൽ ദേവ് പ്രസാദ്. ഈ ഡിസൈൻ, ഈ മോട്ടീഫ് അഥവാ ഈ ഡിസൈൻ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് സിംബൽസിനെയാണ്, ബുദ്ധിസ്റ്റ് സിംബൽസാണ് ഈ ഡിസൈനിൽ കാണപ്പെടുന്നത്. ഇദ്ദേഹം നളന്തയിൽ നിന്നുള്ളതാണ്. പിന്നെ ഹാൻഡ് മെയ്ഡ് ഫാബ്രിക്കിലും ക്ലോത്ത്സിലുമാണ് ഈ ഡിസൈൻ കാണുന്നത്. അടുത്തതായിട്ട് കേരളത്തിൽ നിന്ന് സ്പോർട്സ് ഫീൽഡിൽ SRD പ്രസാദ് എന്നയാൾക്കാണ് 2023 പത്മശ്രീ കിട്ടിയത്. കളരിപ്പയറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് പുള്ളിക്ക് പത്മശ്രീ കിട്ടിയിരിക്കുന്നത്. കളരിപ്പയറ്റ് നമുക്കറിയാം, ഇറ്റ്സ് എ മാർഷൽ ആർട്ട് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് കേരള. ഇനി കർണാടകയിൽ നിന്നുള്ള ആർട്ടിസ്റ്റായിട്ടുള്ള ഷാ റഷീദ് അഹമ്മദ് ഖാദ്രിക്കാണ് 2023 പത്മശ്രീ കിട്ടിയത്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ ബോൾജഡി ഡിസൈൻ ഇൻ ബിദ്രി ക്രാഫ്റ്റ്. എന്താണ് ഈ ബിദ്രി ക്രാഫ്റ്റ്? കർണാടകയുടെ നോർത്തേൺ ഭാഗത്തിലുള്ള ഒരു സ്ഥലമാണ് ബിദർ എന്ന് പറയുന്ന റീജിയൻ. ആ ബിദറിലുള്ള ഒരു മെറ്റൽ ഹാൻഡിക്രാഫ്റ്റ് ആണ് ഈ പറയുന്ന ബിദ്രി ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അവിടെ അതിലേക്ക് ബോൾജഡി എന്ന് പറയുന്ന ഡിസൈൻ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനാണ് ഷാ റഷീദ് അഹമ്മദ് ഖാദ്രിക്ക് ഇന്ത്യ പത്മശ്രീ നൽകി ആദരിച്ചത്. അടുത്തതായിട്ട് ആർട്ട് ഫീൽഡിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് CV രാജു എന്നയാൾക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. എന്തിനാണ്? എത്തിക്കോപ്പക്ക ടോയ്സ് എന്ന് പറയുന്ന ഒരു വുഡൻ ടോയ് ഉണ്ട്, GI ടാഗൊക്കെ കിട്ടിയതാണ്. സോ അത് സസ്റ്റൈനബിൾ ഡൈസ് യൂസ് ചെയ്തിട്ട് എത്തിക്കോപ്പക്ക ടോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് CV രാജുവിന് പത്മശ്രീ കിട്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഹരിയാനയിൽ നിന്നുള്ള സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ബക്സി റാം എന്ന ആൾക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റാണ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഷുഗർ കെയിൻ ഉണ്ടാക്കിയതിനാണ് പത്മശ്രീ കിട്ടിയത്. ഇനി അടുത്തതായിട്ട് കേരളത്തിൽ നിന്നുള്ള കർഷകനായിട്ടുള്ള ചെറുവയൽ K രാമനാണ് പത്മശ്രീ കിട്ടിയിട്ടുള്ളത്. വയനാട്ടിലെ കുറിച്യ എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഹെയിൽ ചെയ്യുന്ന ഒരു കർഷകനാണ് ചെറുവയൽ K രാമൻ. റെയറായിട്ടുള്ള ഒരുപാട് ഇൻഡിജീനിയസ് റൈസ് വെറൈറ്റീസിൻ്റെ സീഡ്സ് പ്രിസർവ് ചെയ്തതിനാണ് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചത്. അടുത്തതായിട്ട് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇന്ത്യൻ ഒറിജിനായിട്ട് കാനേഡിയൻ സിറ്റിസൺ ആയിട്ടുള്ള സുജാത രാംദുരൈക്കാണ് അടുത്തതായിട്ട് പത്മശ്രീ കിട്ടിയത്. പുള്ളിക്കാരി ഒരു മാത്തമാറ്റീഷ്യനാണ്. ആൾജിബ്രായിക് നമ്പർ തിയറിയിൽ നിന്ന് റിസർച്ചിനാണ് പത്മശ്രീ കിട്ടിയിട്ടുള്ളത്. ഇനി ആന്ധ്രാപ്രദേശിൽ നിന്ന് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അബ്ബ റെഡ്ഡി നാഗേശ്വര റാവു എന്നയാൾക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാർ ഒരു ഓർക്കിഡ് ഓണ്ടോളജിസ്റ്റാണ്. അതായത് ഓർക്കിഡുകളെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് ഓർക്കിഡ് ഓണ്ടോളജി. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഏകദേശം 33ഓളം ന്യൂ ഓർക്കിഡ്സ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. സോ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് പത്മശ്രീ കിട്ടിയത്. അടുത്തതായിട്ട് ഗുജറാത്തിൽ നിന്നുള്ള ആർട്ടിസ്റ്റായിട്ടുള്ള പരേഷ് ഭായ് റാത്വ എന്ന് പറയുന്ന ആൾക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പിത്തോറ ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അതായത് ഒരു ട്രൈബൽ ഫോക്ക് പെയിൻറ്റിംഗ് ആണ്. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ട്രൈബ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ റാത്വ, ഭീൽസ്, ഭിലാഡ എന്ന് പറയുന്ന ആൾക്കാരുടെ ട്രൈബൽ പെയിൻറ്റിങ്ങിനെയാണ് ഈ പിത്തോറ ആർട്ട് എന്നൊക്കെ വിളിക്കുന്നത്. അതിനകത്ത് റാത്വ എന്ന് പറയുന്ന ട്രൈബ് കോളി ട്രൈബ്സ്, ഫേമസ് ഉള്ള കോളി ട്രൈബ്സിൻ്റെ ഒരു സബ് കാസ്റ്റാണ്. ഭീൽസ് എന്ന് പറയുന്നത് രാജസ്ഥാൻ, മധ്യപ്രദേശ് ഏരിയയിൽ കണ്ടുവരുന്ന ഒരു ട്രൈബാണ്. അടുത്ത പിലാഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. അടുത്ത പത്മശ്രീ അവാർഡീസ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ വരുന്നത് B രാമകൃഷ്ണ റെഡ്ഡിയാണ്. ഇദ്ദേഹം ഒരു ലിംഗ്വിസ്റ്റിക്കാണ്. ലിംഗ്വിസ്റ്റ് എന്ന് പറയുമ്പം ഇദ്ദേഹം ഭാഷ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. ഏത് ഭാഷയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുയി, കുവി ആൻഡ് മാൻഡ എന്ന് പറയുന്ന 3 ഭാഷകളാണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് സദേൺ ലാംഗ്വേജസ് ആണ് എന്ന് മാത്രമല്ല ട്രൈബൽ ലാംഗ്വേജസും കൂടിയാണ്. ഇതിൽ കുയി ആൻഡ് കുവി എന്ന് പറയുന്ന ഭാഷ ഖോണ്ട് എന്ന് പറയുന്ന ഒരു ട്രൈബുണ്ട്. ഖോണ്ട്, KHOND, ഗോണ്ട് അല്ല, ഇത് വേറെ ട്രൈബാണ്. KHOND, ഖോണ്ട് എന്ന് പറയുന്ന ട്രൈബ്. ഇവരെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ തന്നെ കണ്ഡമൽ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, KANDHAMAL. സോ കണ്ഡമൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ 55% പോപ്പുലേഷനും ഈ പറയുന്ന ഖോണ്ട് ട്രൈബ്സ് ആണ്. ഇൻഫാക്റ്റ് ഈ ഖോണ്ട് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് തന്നെയാണ് കണ്ഡമൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിന് പേര് പോലും കിട്ടിയിരിക്കുന്നത്. ഒഡീഷയിലാണ് കൂടുതലായിട്ടും ഖോണ്ട് ട്രൈബ്സ് കാണാൻ പറ്റുന്നതെങ്കിലും നമുക്ക് തൊട്ടടുത്ത സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, അതേപോലെ തന്നെ ജാർഖണ്ഡിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ നമുക്ക് ഖോണ്ട് ട്രൈബ്സ് കാണാൻ പറ്റും. അവർക്ക് ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റേറ്റസ് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് പത്മശ്രീ അവാർഡിയാണ് മംഗലകാന്തി റോയ്. മംഗലകാന്തി റോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 102 വയസ്സുണ്ട്. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആർട്ടിസ്റ്റാണ്. സരിന്ദ പ്ലെയർ ആണ്. സരിന്ദ പ്ലെയർ എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഫോക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, ബൗഡ് ഫോക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് സരിന്ദ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെയർ
ബേർഡ്സിൻ്റെ യുണീക്കായിട്ടുള്ള ബേർഡ് കോൾസ്, അതായത് പക്ഷികളുടെ ശബ്ദം ഈ സരിന്ത ഉപയോഗിച്ച്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് KC റൺറെൻ സംഗി. ഇദ്ദേഹം മിസോറാമിൽ നിന്നുള്ളതാണ്, ആർട്ടിസ്റ്റാണ്, ഫോക്ക് സിംഗറാണ്, മിസോ ഫോക്ക് സിംഗറാണ് റൺറെൻ സംഗി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡൂ ആണ്, രണ്ടുപേർക്കും കൂടി ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത് അവാർഡ്. വടിവേൽ ഗോപാൽ ആൻഡ് മാസി സദയ്യൻ. സോ ഇവർ രണ്ടുപേർക്കും സോഷ്യൽ വർക്കിനാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ബോത്ത് ഓഫ് ദം കം ഫ്രം തമിഴ്നാടു. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഇരുള ട്രൈബിൽപ്പെട്ടവരാണ്. ഈ ഇരുള ട്രൈബിൽപ്പെട്ടവരെന്ന് പറയുമ്പോൾ അവർ ബേസിക്കലി ഈ സ്നേക്ക് ക്യാച്ചേഴ്സും അല്ലെങ്കിൽ ആ ഒരു പാമ്പുമായിട്ടുള്ള ബന്ധം ഇവർക്ക് എപ്പോഴും ഉണ്ട്. സോ ഇരുള ട്രൈബ് ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഇവർ. സ്നേക്ക് ക്യാച്ചേഴ്സാണ്. സോ പാമ്പ് പിടുത്തക്കാരാണ്. അവരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ പാമ്പിനെ പിടിച്ച് അതിന് ട്രെയിനിങ് വരെ കൊടുക്കുന്ന ആൾക്കാരാണ് ഈ രണ്ടുപേരും, വടിവേൽ ഗോപാൽ ആൻഡ് മാസി സദയ്യൻ എന്ന് പറയുന്നത്. ഇരുള ട്രൈബിൽ നിന്നുള്ള സ്നേക്ക് ക്യാച്ചേഴ്സ് ആണ്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ എന്താണ് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഉത്തർപ്രദേശിൽ നിന്ന് മെഡിസിൻ ഫീൽഡിൽ പത്മശ്രീ കിട്ടിയ ആളാണ് മനോരഞ്ജൻ സാഹു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഫൗണ്ട് ചെയ്ത ആളാണ് മനോരഞ്ജൻ സാഹു. മനോരഞ്ജൻ സാഹു ഉത്തർപ്രദേശിൽ നിന്നായിരുന്നെങ്കിൽ ഒഡീഷയിൽ നിന്നാണ് പതായത് സാഹു അഗ്രികൾച്ചർ ഫീൽഡിൽ പത്മശ്രീ കിട്ടിയത്. കാലാഹണ്ടി എന്ന് പറയുന്ന സ്ഥലം പ്രീ ഹിസ്റ്റോറിക് ഹിസ്റ്ററി ഇന്ത്യയുടെ പഠിക്കുമ്പോൾ സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഒരുപാടുള്ള സ്ഥലമാണ് കാലാഹണ്ടി. അവിടെ നിന്നുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ഫാമറാണ് ഈ പതായത് സാഹു എന്ന് പറയുന്ന ആൾ. അടുത്തതായിട്ട് ഉത്തർപ്രദേശിൽ നിന്നുള്ള ആർട്ടിസ്റ്റാണ് ഋത്വിക് സാന്യാൽ. ഋത്വിക് സാന്യാൽ എന്തിനാണ് ഫേമസ് ആയത്? ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സിംഗറാണ്. മാത്രമല്ല ഹി ബിലോങ് ടു ദി ധ്രുപദ് ഘരാന. ധ്രുപദ് ഘരാന ഫേമസ് ആയിട്ടുള്ളത് അക്ബറിൻ്റെ ഒരു കോർട്ടിലുണ്ടായിരുന്ന മ്യൂസീഷ്യനായിട്ടുള്ള മിയാൻ താൻസനാണ് ഈ ധ്രുപദ് ഘരാനയുടെ ഒരു ഫേമസ് പ്രൊപ്പോണൻ്റ് എന്ന് പറയുന്നത്. ഹി ഓൾസോ co-created the ശ്രുതിവർദ്ധിനി രാഗ. ഋത്വിക് സന്യാലാണ് ശ്രുതിവർദ്ധിനി രാഗ എന്ന് പറയുന്ന ഒരു ഹിന്ദുസ്ഥാനി രാഗ co-create ചെയ്തത്. അടുത്തായിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കോട്ട സച്ചിദാനന്ദ ശാസ്ത്രിക്കാണ് പത്മശ്രീ കിട്ടിയിട്ടുള്ളത്. പുള്ളിക്കാരൻ ഗുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ഒരു ഹരികഥ ആർട്ടിസ്റ്റാണ്. സ്റ്റോറി ടെല്ലിംഗ്, ഡാൻസ്, മ്യൂസിക്, ഡ്രാമ, ഫിലോസഫി ഇതെല്ലാം അങ്ങനെ ചേർന്നുള്ള ഒരു കമ്പോസിറ്റ് ആർട്ട് ഫോമാണ് ഈ ഹരികഥ എന്ന് പറയുന്നത്. ഇപ്പം നെക്സ്റ്റ് അവാർഡിൽ നമുക്ക് നോക്കാം. ശംഖുരാത്രി ചന്ദ്രശേഖർ. ഇദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു സോഷ്യൽ വർക്കറാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഫ്രീ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് ടു പുവർ ആണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. അടുത്ത ആളാണ് ഷന തൊയ്ബ ശർമ്മ. ഇദ്ദേഹം ഒരു സ്പോർട്സ് വിഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിരിക്കുന്നത്. ഇത് ശരിക്കും താങ്ത എന്ന് പറയുന്ന മണിപ്പൂരിലെ ഒരു ഫേമസ് ട്രഡീഷണൽ മാർഷൽ ആർട്ടാണ്. അതായത് നമ്മുടെ കളരിപ്പയറ്റ് പോലെയുള്ള ഒരു മാർഷൽ ആർട്ടാണ് താങ്ത. അപ്പം 2023 പത്മ അവാർഡ്സിൽ 2 മാർഷൽ ആർട്സ് നമുക്ക് ഓർത്ത് വെക്കാനുണ്ട്. ഒന്ന് കളരിപ്പയറ്റ്, നമ്മളത് ഓർക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ രണ്ടാമത്തത് ശ്രദ്ധിക്കുക, താങ്തയാണ്. താങ്തയുടെ സ്റ്റേറ്റ് ചോദിക്കാവുന്നതാണ് മണിപ്പൂർ. അതേപോലെ തന്നെയാണ് ഷന തൊയ്ബ ശർമ്മ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹത്തിൻ്റെ പേരും ഓർത്ത് വയ്ക്കുക. അടുത്തതാണ് നേക് റാം ശർമ്മ. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു ഓർഗാനിക് ഫാമറാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം ഒരു പഴയ ട്രഡീഷണൽ ഫാമിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു, നൗ അനാജ് എന്ന് പറയുന്നത്. നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9, അനാജ് എന്ന് പറയുന്നത് ഗ്രെയിൻസ്. സോ 9 ഗ്രെയിൻസ് ഇൻ്റർക്രോപ്പിംഗ് വഴി ഒരു ഇൻ്റർക്രോപ്പിംഗ് സിസ്റ്റം അദ്ദേഹം ആ ട്രഡീഷണൽ സിസ്റ്റത്തിനെ റിവൈവ് ചെയ്തെടുത്തു. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി കൂട്ടുകയും ചെയ്യും, അതേസമയം വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യും. 50% കുറയ്ക്കും എന്നുള്ളതാണ് ഈ ഒരു നൗ അനാജ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം ആ ഒരു പഴയ സിസ്റ്റം ആയിരുന്നു, ആൾക്കാർ ഫോളോ ചെയ്യാതെ അദ്ദേഹം അതിനെ റിവൈവ് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പേര് ഓർക്കുക, നേക് റാം ശർമ്മ. മുകളിലത്തതും ശർമ്മയാണ്, താഴത്തെ ശർമ്മയാണ്. പക്ഷേ ഷന തൊയ്ബ ശർമ്മ ഫ്രം മണിപ്പൂർ, താങ്ത. നേക് റാം ശർമ്മ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ഫാമറാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ആളാണ് ഗുർചരൺ സിംഗ്. വീണ്ടും സ്പോർട്സ് തന്നെയാണ്, പക്ഷേ ഇദ്ദേഹം പോപ്പുലർ ആയിട്ടുള്ള സ്പോർട്സാണ്, ക്രിക്കറ്റ് കോച്ചാണ് വരുന്നത്. ഇൻഫാക്റ്റ് പോപ്പുലർ സ്പോർട്സ് ഇതുവരെ ആയിട്ടും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ 2023 പത്മ അവാർഡ്സിലൊരു പോപ്പുലർ സ്പോർട്ട് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ മാത്രമാണ്, ഗുർചരൺ സിംഗ് വരുന്നത്. ബാക്കിയെല്ലാം തന്നെ ഇതുപോലെയുള്ള ഫോക്കോ അല്ലെങ്കിൽ മാർഷൽ ആർട്സോ ആണ്
വരുന്നത്. അടുത്തതായിട്ട് രാജസ്ഥാനിൽ നിന്നുള്ള സോഷ്യൽ വർക്കറായിട്ടുള്ള ലക്ഷ്മൺ സിംഗിനാണ് പത്മശ്രീ കിട്ടിയത്. ഹി ഇൻട്രൊഡ്യൂസ് ദ ട്രഡീഷണൽ ചോക്ക സിസ്റ്റം ഓഫ് വാട്ടർ കൺസർവേഷൻ. ഇതൊരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ്. ചോ എന്നുള്ള പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അതായത് നാല് സൈഡിലും വാൾസ് കെട്ടിയിട്ട് അതിലേക്ക് റെയിൻ വാട്ടർ ഒഴുകി എത്തുന്ന രീതിയിലുള്ള ഒരു വാട്ടർ കൺസർവേഷൻ സിസ്റ്റമാണ് ചോക്ക സിസ്റ്റം. അത് ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അതിനെ റിവൈവ് ചെയ്ത് റീഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ലക്ഷ്മൺ സിംഗ് നടത്തിയ കോൺട്രിബ്യൂഷൻ. അടുത്തതായിട്ട് ജമ്മു ആൻഡ് കശ്മീർ എന്ന ലിറ്ററേച്ചർ ഫീൽഡിൽ പത്മശ്രീ കിട്ടിയ ഒരാളാണ് മോഹൻ സിംഗ്. മോഹൻ സിംഗ് ഒരു ദോഗ്രി ഓതറാണ്. ദോഗ്രി എന്നൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഓർക്കേണ്ടത് ജമ്മു ആൻഡ് കാശ്മീരുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഒരു സാധനമാണെന്നാണ്. ദോഗ്രി നമുക്കറിയാം 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസിൽ, ഷെഡ്യൂൾ 8 പെടുന്ന 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജിൽ ഒരെണ്ണമാണ് ദോഗ്രി. അതിനാണ് മോഹൻ സിംഗിന് പത്മശ്രീ കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് മണിപ്പൂരിൽ നിന്ന് പബ്ലിക് അഫയേഴ്സ് ഫീൽഡിൽ തോനാജോം ചോബ സിംഗ് എന്ന് പറയുന്ന പൊളിറ്റീഷ്യന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഡെപ്യൂട്ടി CM ഓഫ് മണിപ്പൂരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് മുന്നേ. ആന്ധ്രാപ്രദേശിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടുള്ള പ്രകാശ് ചന്ദ്ര സൂദ് എന്ന് പറയുന്ന ന്യൂക്ലിയർ സയൻസ് പ്രൊഫസർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് 2023. അടുത്തതായിട്ട് നാഗാലാൻഡിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നെയ്ഹുനോ സോറിക്കാണ് പത്മശ്രീ കിട്ടിയിട്ടുള്ളത്. ഷീ ഈസ് എ ട്രൈബൽ ലോയിൻ ലൂം വീവർ. ലിനൻ വെച്ചിട്ടാണ് ഈ വീവിങ് ചെയ്യുന്നത്. മാത്രമല്ല ഷീ ബിലോങ്സ് ടു ദി അങ്കാമി ട്രൈബ് ഫ്രം നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അടുത്തതായിട്ട് ജാർഖണ്ഡിൽ നിന്ന് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഡോക്ടർ ജാനം സിംഗ് സോയിക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ഈസ് എ ഹോ ഓദർ. ഹോ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ലാംഗ്വേജ് ആണ്. ഹോ മുണ്ട ട്രൈബ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ബിർസ മുണ്ട ലെഡ് ചെയ്ത ഉൾഗുലാൻ മൂവ്മെൻറ്റിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ട്രൈബാണ് ഹോ ട്രൈബ്സ്. അവരുടെ ഭാഷയാണ് ഹോ. ഇതൊരു എൻഡേഞ്ചർഡ് ലാംഗ്വേജ് ആണ്. അതിൻ്റെ പ്രിസർവേഷനും കൺസർവേഷനും വേണ്ടി വർക്ക് ചെയ്തതിനാണ് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചത്. അടുത്തതായിട്ട് ലഡാക്കിൽ നിന്ന് സ്പിരിച്വലിസം ഫീൽഡിൽ കുഷോക് തിക്സെ നവാങ് ചമ്പ സ്റ്റാൻസിൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് മോങ്കിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ഹീ ഈസ് ദ ഹെഡ് ഓഫ് തിക്സെ മൊണാസ്ട്രി. അടുത്തതായിട്ട് കർണാടകയിൽ നിന്നുള്ള ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള S. സുബ്ബറാമിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹീ ലെഡ് ദ കൺസർവേഷൻ പ്രോജക്ട്സ് ഇൻ അജന്ത മ്യൂറൽസ്. അജന്ത പെയിൻറ്റിങ്സ്, വാൾ പെയിൻറ്റിങ്സിനാണ് അജന്ത മ്യൂറൽസ് എന്ന് പറയുന്നത്. ടു ബാമിയാൻ ബുദ്ധ സ്റ്റാച്യു ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ ഭയങ്കര കൊളോസൽ സൈസിലുള്ള ബുദ്ധ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു. താലിബാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ അത് തകർത്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ കൺസർവേഷൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു S. സുബ്ബരാമൻ. ഇവിടെ നിങ്ങൾ തിക്സെ മൊണാസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ ലഡാക്ക് ഓർമ്മ വരണം. അതുപോലെ കീ മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശ്. ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് മൊണാസ്ട്രീസ് ഒക്കെ ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് അവാർഡി എന്ന് പറയുന്നത് നാഗാലാൻഡിൽ നിന്നുള്ള ഒരു ഫേമസ് ആർട്ടിസ്റ്റാണ് മുവ സുബോങ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം ബംഹം പ്ലേ ചെയ്യും. ബംഹം എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് മെയ്ഡ് ഔട്ട് ഓഫ് ബാംബു. മുളയിൽ നിന്നുണ്ടാക്കിയ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ബംഹം എന്ന് പറയുന്നത്. ആൻഡ് സ്പെഷ്യാലിറ്റി ഒരു ട്രഡീഷണൽ നാഗ മ്യൂസിക്കാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക്കൽ ബാൻഡ് ഉണ്ട്, എബിയോജെനിസിസ്. എബിയോജെനിസിൻ്റെ പ്രത്യേകത ഇറ്റ് ഫ്യൂസസ് ബോത്ത് മോഡേൺ റോക്ക് മ്യൂസിക്കും അതേപോലെ തന്നെ നാഗ മ്യൂസിക്കും കൂടി ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക്കൽ ബാൻഡാണ് എബിയോജെനിസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് പാളം കല്യാണ സുന്ദരം. പാളം കല്യാണ സുന്ദരം ഇദ്ദേഹം ഒരു സോഷ്യൽ വർക്കറാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് നോമിനേഷൻ വന്നിരിക്കുന്നത്. ആൻഡ് ഇദ്ദേഹം ലൈബ്രറിയനാണ് എന്ന് മാത്രവുമല്ല ഹി ഹാസ് ഡൊണേറ്റഡ് ഓൾ ഹിസ് ഏർണിങ്സ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഏർണിങ്സും ഡൊണേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് പാളം കല്യാണ സുന്ദരം, തമിഴ്നാട് സോഷ്യൽ വർക്കർ. നെക്സ്റ്റ് വൺ വളരെ ഫേമസ് ആയിട്ടുള്ള ബോളിവുഡ് ആക്ടറാണ് രവീണ ടണ്ടൻ, മഹാരാഷ്ട്ര ഹിന്ദി ഫിലിം ആക്ടർ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് വിശ്വനാഥ പ്രസാദ് തിവാരി, VP തിവാരി. ഇദ്ദേഹം ഒരു ഹിന്ദി ഓഥറാണ്. ഉത്തർപ്രദേശിൽ നിന്നാണ് നോമിനേഷൻ വന്നിരിക്കുന്നത് VP തിവാരി. നെക്സ്റ്റ് വൺ ധനിറാം തോത്തോ. ധനിറാം തോത്തോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം ബേസിക് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാതെ ഇദ്ദേഹം തോത്തോ ലാംഗ്വേജിന് ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. തോത്തോ എന്ന് പറയുന്നത് ശരിക്കും ഒരു വില്ലേജും കൂടിയുണ്ട്. അതൊരു ലാംഗ്വേജും കൂടിയാണ്. എൻഡേഞ്ചേർഡ് ലാംഗ്വേജ് ആണ്. വേറൊരു പേരിലും കൂടി അറിയപ്പെടാറുണ്ട്, ദെങ്ക. അപ്പം ഭാഷ നോക്കി പോവുക. കാരണം നമ്മൾ നേരത്തെ ഡോഗ്രി കണ്ടു, അതേപോലെ വേറൊരു ഭാഷയാണ് പിന്നെ കുവി, മൻഡ, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് നമ്മൾ ഈ 2023 പത്മ അവാർഡ്സിൽ കണ്ടു. ഇത് തോത്തോ ആണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പുറകെ തന്നെ ആ ലാംഗ്വേജ് ഉണ്ട് അല്ലേ, ധനിറാം തോത്തോ, അസോസിയേറ്റഡ് വിത്ത് തോത്തോ ലാംഗ്വേജ്. തോത്തോ ലാംഗ്വേജിൻ്റെ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തു. തോത്തോ എന്ന് പറയുന്ന ഒരു വില്ലേജും കൂടിയുണ്ട്. അതൊരു ട്രൈബൽ ലാംഗ്വേജാണ്. ദെങ്ക എന്നും ഈ ഒരു ലാംഗ്വേജിന് വേറൊരു പേരും കൂടിയുണ്ട്, ദെങ്ക എന്നുള്ളത്. സോ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഇദ്ദേഹത്തിന് നോമിനേഷൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് തുലാരാം ഉപ്രേത്തി. ഇദ്ദേഹം സിക്കിമിൽ നിന്നുള്ള ഒരു അഗ്രികൾച്ചറിസ്റ്റാണ്, ഫാമറാണ്. സോ പ്രൊമോട്ടഡ് ഓർഗാനിക് ഫാമിംഗ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഗോപാലസ്വാമി വേലുച്ചാമി. ഇദ്ദേഹം ഡോക്ടറാണ്, തമിഴ്നാട്ടിൽ നിന്നാണ് ഹെയിൽ ചെയ്യുന്നത്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊമോട്ടഡ് സിദ്ധ മെഡിസിൻ. സിദ്ധ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ മെഡിസിൻ ആണ്, ട്രഡീഷണൽ വേ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് സിദ്ധ മെഡിസിൻ
സോ ഗോപാലസ്വാമി വേലുച്ചാമി, തമിഴ്നാടു. അടുത്ത വരുന്നത് ഈശ്വർ ചന്ദർ വർമ്മ, ഡോക്ടർ ഈശ്വർ ചന്ദർ വർമ്മ. അദ്ദേഹം വീണ്ടും മെഡിസിൻ ഫീൽഡിൽ നിന്നാണ് വരുന്നത്. ഹെയിൽസ് ഫ്രം ഡൽഹി. ഇദ്ദേഹം ഒരു ജെനറ്റിസിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹി റിസർച്ച്ഡ് ഓഞ്ചസ് ട്രൈബ്. ഓഞ്ച് എന്ന് പറയുന്ന ട്രൈബ് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ ട്രൈബാണ് ഓഞ്ച് എന്ന് പറയുന്നത്. ഈ ഓഞ്ചസ് ട്രൈബിനെ റിസർച്ച് ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഈശ്വർ ചന്ദർ വർമ്മ എന്ന് പറയുന്നത്. നമ്മൾ ആൻഡമാൻ നിക്കോബാറിലെ 2 ട്രൈബ്സിനെ ഈ 2023 പത്മ അവാർഡ്സിനിടയിൽ പരിചയപ്പെട്ടു. ഒന്ന് ജറവാസിൻ്റെ ഇടയിൽ മീസിൽസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ വെസ്റ്റ് ബംഗാളിൽ നിന്ന് നമ്മൾ കണ്ടു. ഇതിപ്പം എന്ന് പറയുന്നത് ഓഞ്ചസ് ട്രൈബിനെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം റിസർച്ച് ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. ഈശ്വർ ചന്ദർ വർമ്മ. എപ്പോഴും പഠിക്കുമ്പം നമ്മൾ റിലേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്ത് പഠിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ മറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഇനി ബാക്കി വരുന്ന 3 പേരാണ്. നമുക്കിവരെ ഒന്ന് നോക്കാം. മിസ് കൂമി നരിമാൻ വാദിയ. കൂമി നരിമാൻ വാദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ കൊയർ കണ്ടക്ടർ. ഈ കൊയർ കണ്ടക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രൂപ്പായിട്ട് പാടുന്ന സമയത്ത് ഒരാൾ മ്യൂസിക് കണ്ടക്ട് ചെയ്യാൻ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ആദ്യത്തെ ഫീമെയിൽ കൊയർ കണ്ടക്ടറാണ് ഈ കൂമി നരിമാൻ വാദിയ. ആൻഡ് ഷി ഹെയിൽസ് ഫ്രം മഹാരാഷ്ട്ര. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് കർമ്മ വാങ്ചുക് പോസ്തുമസ് ആണ്. സോഷ്യൽ വർക്കറാണ് ഫ്രം അരുണാചൽ പ്രദേശ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രിസർവേഷൻ ഓഫ് മോൻപ കൾച്ചർ. മോൻപ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലെ നൊമാഡിക് ട്രൈബാണ്. ആൻഡ് ഇൻഫാക്റ്റ് ഇത് ഓൺലി നൊമാഡിക് ട്രൈബ്. ആകെ നോർത്ത് ഈസ്റ്റിലെ ഒരേ ഒരു നൊമാഡിക് ട്രൈബേ ഉള്ളൂ, അത് മോൻപ ട്രൈബാണ്. സോ അവരുടെ കൾച്ചർ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് വൺ ഈസ് ഗുലാം മുഹമ്മദ് സാസ്, ആർട്ടിസ്റ്റ് ഫ്രം ജമ്മു ആൻഡ് കശ്മീർ ആണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം ഒരു സന്തൂർ ക്രാഫ്റ്റ്സ്മാൻ ആണ്. അതായത് സന്തൂർ എന്ന് പറയുന്ന സ്ട്രിങ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. കശ്മീരി. സന്തൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക കാശ്മീരിൽ നിന്നാണ്. ഇദ്ദേഹം സ്ട്രിങ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്ന ഒരു ക്രാഫ്റ്റ്സ്മാൻ ആണ് ഗുലാം മുഹമ്മദ് സാസ് എന്ന് പറയുന്നത്. സന്തൂർ എന്ന് പറഞ്ഞാൽ തന്നെ 100 സ്ട്രിങ് ആണ്. പേർഷ്യൻ വേർഡാണ് സന്തൂർ. 100 സ്ട്രിങ്സ് ആണ് സന്തൂർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനുള്ളത്. ഇനി നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ള പത്മ അവാർഡീസിൻ്റെ ലിസ്റ്റ് ഒന്ന് നോക്കാം. 4 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് SRD പ്രസാദ്. അദ്ദേഹം ഒരു കളരിപ്പയറ്റ് ആശാനാണ്. പിന്നെ വരുന്നത് VP അപ്പുക്കുട്ടൻ പൊതുവാൾ. ഇദ്ദേഹം കണ്ണൂരിലെ പയ്യന്നൂരിൽ നിന്നുള്ള ഗാന്ധിയൻ, അതേപോലെ തന്നെ ഫ്രീഡം ഫൈറ്ററാണ്. പിന്നെ ചെറുവയൽ രാമൻ വയനാടിലെ കുറിച്യ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഫാമറാണ് ചെറുവയൽ രാമൻ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത റെയർ വെറൈറ്റീസ് ഓഫ് റൈസ് ഇദ്ദേഹം സംരക്ഷിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഗാർഡിയൻ ഓഫ് റെയർ വെറൈറ്റീസ് ഓഫ് റൈസ് എന്നൊക്കെ ഇദ്ദേഹത്തെ പറയാറുണ്ട്. പിന്നെ ഉള്ളത് CI ഐസക് ആണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം ഒരു 40 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹിസ്റ്റോറിയനും അതേപോലെ തന്നെ പ്രൊഫസറുമാണ് CI ഐസക്. ഈ നീണ്ട ലിസ്റ്റിൻ്റെ ഒരു PDF കോപ്പി നമ്മുടെ വാട്സപ്പ് ചാനലിലും അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് റിവൈസ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്